ഉച്ചക്ക് വിളിക്കാൻ പറ്റിയില്ല. അതല്ലേ ജലദോഷം ഉണ്ടെങ്കിൽ ആരാ അവിടെ നിക്കണാരാ? ഭാര്യ കൊച്ചു ആണോ? ഭാര്യ എവിടെ ജോലി ആയിരുന്നു അപ്പൊ? മഴൂനൂര് ഇത് കഴിയുമ്പളേ ഇവിടെ ഒരു ചികിത്സാ സഹായത്തിന് ഒരു കത്ത് MLA-ക്ക് തരും. കുറച്ച് പൈസ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നമുക്ക് പാസ്സാക്കി തരാം. ഒരു കത്ത് തന്നെ കേട്ടാ. ഒന്ന് പറഞ്ഞാ മതി എങ്ങനെയായിരുന്നു. പൈസ ഒക്കെ അധികം ചെലവായോ? 8 ലക്ഷം രൂപ. ആണോ? അതിന് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണം. അത് പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് അപേക്ഷിക്കണത്. തൊഴിലുറപ്പിന് വല്ലതും പോണ്ടോ? 82 വയസ്സാണ്. എന്റെ കാരണന്മാരുടെ ശക്തി ഞാനിപ്പോ ഭയങ്കര തൊഴിലുറപ്പിനൊക്കെ പോണ എത്ര പേരുണ്ട് നല്ല ആരോഗ്യമുള്ള. ആരോഗ്യം വേണം. ഇത് പ്രഷറ്, ഷുഗറ്, നട്ടല് ബെൽറ്റിടാതെ നടക്കാൻ പാടില്ല. തേഞ്ഞ് എങ്ങനെ കണ്ടാ പറയല്ലോ. പക്ഷെ 82 അല്ലേ? അത് എന്റെ അപ്പന്റെ അമ്മയുടെ ആരോഗ്യം. നല്ല കാര്യം. വയസ്സ് 81 ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നീങ്ങിയിരിക്കില്ല. പിന്നെ ഇപ്പൊ വീട് നോക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. പെൺമക്കളൊക്കെ കെട്ടിച്ചു കിട്ടും. നല്ല അഭിപ്രായമാണല്ലോ. അപ്പൊ ഇനി വീട് തുടങ്ങാൻ അവിടെ 2-ാം തീയതി. ഇനി 2-ാം തീയതി മുഖ്യമന്ത്രി വൈകുന്നേരം 4 മണിയാവുമ്പോ ഇവിടെ വരും. ജനുവരി 2-ന്. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രിനെ കാണാൻ വരണം കേട്ടോ. മുഖ്യമന്ത്രിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് നല്ലൊരു അവസരം കൂടിയാണ് മുഖ്യമന്ത്രിനെ കാണാൻ. മുഖ്യമന്ത്രി മാത്രമല്ല മറ്റു മന്ത്രിമാരെല്ലാം വരെയല്ലേ. അവരെയൊക്കെ കണ്ട് നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയാൻ നമുക്കൊരു അവസരമുണ്ട് കേട്ടോ. ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? MLA-യോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇവിടെ ഒരു ടെർഫ് വരുവായിരുന്നെ കൊള്ളായിരുന്നു. കാരണം ഇവിടെ ടെർഫ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ദൂരെയൊക്കെ പോയിരുന്ന കളിക്കണേ. ഒരു ടെർഫ് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് മാച്ചൊക്കെ വരുമ്പോ നന്നായിട്ട് കളിക്കാൻ പറ്റും. ഇവിടെ എന്താ പറയാനുള്ളത്? അല്ല, ഒരു ഞങ്ങൾക്കെന്ന് ചോദിച്ചപ്പോ എല്ലാവരും അധികം ദൂരെ നിന്നൊക്കെയാണ് ഓരോ സ്ഥലത്ത് കളിക്കുന്നത്. ഇവിടെ അടുത്ത് അങ്ങനെയെന്ന് പറയുമ്പോൾ കളിക്കാനായിട്ടൊരു ഗ്രൗണ്ടോ നല്ലൊരു സ്പോൺസേഴ്സ് പോലും അധികം ആരുമില്ല. അങ്ങനെയൊക്കെ നല്ലൊരു ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. അധികം പോയി കളിക്കേണ്ട, ചെലവും ചുരുക്കി കിട്ടും. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, MLA-യോടെ തന്നെ MLA-ക്ക് എന്താ ഇതൊക്കെ ബന്ധപ്പെട്ട് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇവരിവിടെ വന്ന് കളിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ടർഫ് ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്. അതിൽ ആദ്യത്തെ പദ്ധതി നമ്മൾ ഐക്യനാട് കടയിരിപ്പ് സ്കൂളിലാണ് ഇപ്പൊ അനുവദിച്ചിരിക്കുന്നത്. 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അവിടെ ഒരു സിന്തറ്റിക് ട്രാക്കും ഒരു ഫുട്ബോൾ ഫീൽഡുമാണ് ഇപ്പൊ ആദ്യം വരുന്നത്. 2-ാം ഘട്ടത്തിൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പഞ്ചായത്തിലേക്ക്, ഇതിപ്പോ നമ്മൾ പൂത്തൃക്ക പഞ്ചായത്തിലാണ്. അപ്പോൾ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ഇവരൊരു അഭിപ്രായം ഒരു മുഖ്യമന്ത്രിയോട് MLA-യോടും പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് അനുഭാവപൂർവ്വമായിട്ടൊരു സമീപനം ഉണ്ടാവും. സന്തോഷമായില്ലേ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?